അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കമ്പ്യൂട്ടർ വേർഡിൽ ടൈപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് ഫയലിനെ നമ്മൾ എങ്ങനെയാണ് PDF ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ടൈപ്പൊക്കെ ചെയ്തതിന് ശേഷം ഫയൽ മെനു എന്ന് പറയുന്ന മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രിൻ്റ് ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. പ്രിൻ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഒരു ബോക്സ് നമുക്ക് ഓണായിട്ട് വരും. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ തന്നെ പോകണം എന്നൊന്നുമില്ല. Ctrl+P എന്ന് പറയുന്ന ഷോർട്ട് കീ അടിച്ചാലും നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതായത് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻസുകൾ കൊടുക്കേണ്ട ബോക്സാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മേലെ ഭാഗത്ത് ഏതിലൂടെയാണ് പ്രിൻ്റ് വരേണ്ടത് എന്നുള്ള പ്രിൻ്ററൊക്കെ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അവിടെ നമ്മൾ പ്രിൻ്റർ സെലക്ട് ചെയ്യുന്നതിന് പകരം PDF ക്രിയേറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ കൊടുക്കുക. ഓക്കെ ബട്ടൺ കൊടുക്കുമ്പോൾ മറ്റൊരു ബോക്സ് നമുക്ക് വരും. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു PDF ഫയൽ എവിടെയാണ് സേവ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ ഒരു നമ്പേഴ്സ് കൊടുത്ത് ഞാൻ സേവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. 1, 2, 3, 4 എന്ന് പറയുന്ന ഒരു നമ്പേഴ്സ് കൊടുത്ത് ഞാൻ സേവ് ചെയ്യുകയാണ്. സാധാരണ പ്രിൻ്റ് ഓപ്ഷനിൽ പോകുന്ന സമയത്ത് ഈ PDF അല്ല പ്രിൻ്റർ സെലക്ട് ചെയ്യുന്ന കൂടെ പ്രിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് വരേണ്ടത്. പക്ഷേ ഇവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഈ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു PDF ഫയലായിട്ട് ഇത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്ത സ്ഥലത്ത് ഇത് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടെ ഉണ്ട് 1, 2, 3, 5 എന്ന് പറയുന്ന ഒരു PDF ഫയൽ ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ള ഫയലാണിത്. ഇനി നമുക്ക് ഈ ഫയൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് അയച്ചു കൊടുക്കാം, സൂക്ഷിച്ചു വയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇങ്ങനെയാണ് ഒരു വേർഡ് ഫയലിനെ നമ്മൾ PDF ഫയലായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.